ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നലെ പറഞ്ഞ ഇത് നിങ്ങൾ നോക്കിയെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ സിലബസിലുള്ളത് ഇൻട്രൊഡക്ഷൻ ഓഫ് എന്താ പറയുക ബ്ലഡ് ആൻഡ് യൂറിൻ പാത്തോളജി എന്ന് ജസ്റ്റ് ഹെഡിങ് ഉള്ളൂ. ഓക്കെ, അതിൽ ബ്ലഡിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അത് നിങ്ങൾ ജസ്റ്റ് പഠിക്കുക. ഓക്കെ, അതിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട പാത്തോളജി സെക്ഷനാണ് ഞാൻ എടുത്തു തരാം. ക്ലിയർ ആയോ? എന്താ പറയാ ആ ഒരു കോളംസ് പഠിക്കുക. അതുപോലെ തന്നെ എന്താ പറയാ കഴിഞ്ഞ വർഷം നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ്സ് ഒക്കെ പഠിച്ചില്ലേ? കഴിഞ്ഞ വർഷം ബ്ലഡിനെ കുറിച്ച് പഠിച്ചതെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചോ. ഓക്കെ, ക്ലിയർ ആയോ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ്, അതായത് ഈ സെക്ഷൻ കഴിയുമ്പോൾ ലാസ്റ്റ് തന്നെ എടുത്തു തരാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്ലഡിനെ കുറിച്ച്. ക്ലിയർ ആയോ? അത് നോട്ടിൽ എഴുതണം എന്നില്ല. ഓക്കെ, നോട്ടിൽ എഴുതണം എന്നില്ല. നിങ്ങൾ ഓൾറെഡി അനാട്ടമി നോട്ടിൽ എഴുതിയാൽ അത് പഠിച്ചാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് യൂറിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്താണ് ഞാൻ നിങ്ങൾക്ക് പാത്തോളജി ആയിട്ട് ബന്ധപ്പെട്ടത് ജസ്റ്റ് എടുത്തു തരാം. അതിൽ ഇനി വരുന്ന കണ്ടീഷൻസ് ഒക്കെയാണ്. ഓക്കെ, അതിൽ ഓരോ സെപ്പറേറ്റ് ഹെഡിങ്സ് ഉണ്ട്. അതാണ് ഇനി നമ്മൾ പഠിക്കുക. ഇപ്പൊ ജസ്റ്റ് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട പാത്തോളജിയും കൂടി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എടുത്തു തന്നേക്കാം. നിങ്ങളുടെ സിലബസിൽ ജസ്റ്റ് ഉള്ളത് ഇൻട്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് യൂറിൻ ആണ്. ജസ്റ്റ് അതിന്റെ പാത്തോളജി എന്ന് പറയുന്ന സെക്ഷൻ കൂടി ഞാൻ എടുത്തു തന്നേക്കാം. ഓക്കെ ഓക്കെ, ഹെഡിങ് കൊടുക്കാം. ബ്ലഡ് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് ഹെഡിങ് കൊടുക്കാം. ബ്ലഡ് കോൺസ്റ്റിറ്റ്യൂവൻസ്. ഇതിൽ കോളം വൈസ് ആണ് വരുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് കോളം കോമ്പൗണ്ട്സ്. സെക്കൻഡ് കോളം നോർമൽ വാല്യൂസ്. തേർഡ് കോളം പോസിബിൾ പാത്തോളജി. ഒന്നാമത്തെ കോളത്തിൽ കോമ്പൗണ്ട്സ്, രണ്ടാമത്തെ കോളത്തിൽ നോർമൽ വാല്യൂസ്, മൂന്നാമത്തെ കോളത്തിൽ പോസിബിൾ പാത്തോളജി. ഓക്കെ, അതായത് നിങ്ങൾ എന്താണ് നോട്ടിൽ എഴുതണ്ട ബ്ലഡിന്റെ ആ കഴിഞ്ഞ വർഷത്തെ കോളംസ് എഴുതണ്ട. പക്ഷെ എന്താണ് അത് പഠിക്കണം. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ അത് പഠിക്കാനുള്ളതാണ്, അത് പഠിക്കുക. ഓക്കെ, ഇത് നോക്കാം നമുക്ക്. കോമ്പൗണ്ട്സിലെ ഒന്നാമത്തെ കോമ്പൗണ്ട് ഹീമോഗ്ലോബിൻ. ഓക്കെ, ഹീമോഗ്ലോബിന്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 to 60 gram per 100 ml whole blood. ഓക്കെ, അതായത് ഹീമോഗ്ലോബിന്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 to 16 gram per 100 ml. 100 ml എടുത്തിട്ടുണ്ടെങ്കിൽ 14 to 16 gram per ആയിരിക്കും. ഓക്കെ, 14 to 60 gram per 100 ml whole blood. ഒരു മൊത്തമായിട്ടുള്ള ബ്ലഡിന് 100 ml എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 14 to 16 gram per ml ആയിരിക്കും ഹീമോഗ്ലോബിൻ. ഓക്കെ, അതിന്റെ പോസിബിൾ പാത്തോളജി ആണ് പറയുന്നത്. അടുത്ത കോളത്തിൽ പറയുന്നത് പോസിബിൾ പാത്തോളജി ആണ്. ദാറ്റ് ഹൈ ഇൻ പോളിസൈത്തീമിയ, ഫുൾ സ്റ്റോപ്പ്. ലോ ഇൻ അനീമിയാസ്. ഹൈ ഇൻ പോളിസൈത്തീമിയ, ഫുൾ സ്റ്റോപ്പ്. ലോ ഇൻ അനീമിയാസ്. ഓക്കെ, അതായത് ഹീമോഗ്ലോബിന്റെ അളവ് കൂടുതലായിരിക്കും പോളിസൈത്തീമിയ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ. ഓക്കെ, അതിന്റെ ഒരു പാത്തോളജിയാണ് പറയുന്നത്. ഹീമോഗ്ലോബിന്റെ അളവ് കൂടുതലായിരിക്കും പോളിസൈത്തീമിയ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ. ഹൈ ഇൻ പോളിസൈത്തീമിയ. പോളിസൈത്തീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണ്. ഓക്കെ, പോളിസൈത്തീമിയ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണ്. ഇത് ബോൺ മാരോനെയാണ് അഫക്ട് ചെയ്യുന്നത്. എന്നിട്ട് RBC കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷനെയാണ് പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. ഈ പോളിസൈത്തീമിയ കേസിലാണ് ഹീമോഗ്ലോബിൻ കൂടുക. ഓക്കെ, ദെൻ ലോ ഇൻ അനീമിയാസ്. അനീമിയാസിന്റെ കേസിൽ എന്താണ് ഹീമോഗ്ലോബിൻ കുറയും. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കണ്ടീഷൻസ്. ഓക്കെ, ഹൈ ഇൻ പോളിസൈത്തീമിയ, ദെൻ ലോ ഇൻ അനീമിയ. അനീമിയ എന്താണെന്ന് ഓൾറെഡി പഠിച്ചതാണ്. ക്ലിയർ ആയോ? എന്നിട്ട് പറയാം, ഒന്നാമത്തെ കോമ്പൗണ്ട് ഹീമോഗ്ലോബിൻ ആണ്. അതിന്റെ നോർമൽ വാല്യൂ 14 to 60 gram per 100 ml whole blood. പോസിബിൾ പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഇൻ പോളിസൈത്തീമിയ, ദെൻ ലോ ഇൻ അനീമിയാസ്. പോളിസൈത്തീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണ്. ഇത് ബോൺ മാരോനെയാണ് അഫക്ട് ചെയ്യുന്നത്. മോർ RBC പ്രൊഡ്യൂസ് ആകും. RBC കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ആകും. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയ സ്റ്റുഡൻസ്?
Okay. Then രണ്ടാമത്തെ compound non-protein nitrogen. Non-protein nitrogen. അതിന്റെ ബ്രാക്കറ്റിൽ capital letters NPN. Non-protein nitrogen. NPN. Okay, അതിന്റെ normal value 25 to 35 mg per 100 ml whole blood. Okay, അതായത് നോൺ പ്രോട്ടീൻ നൈട്രജന്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 to 35 മില്ലിഗ്രാം per 100 ml. 100 ml 25 to 35 mg ആയിരിക്കും. Then next, possible pathology high in nephritis and Addison's disease. High in nephritis and Addison's disease. അതായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻസ് പറഞ്ഞാൽ നെഫ്രൈറ്റിസും അഡിസൺസ് ഡിസീസും ആണ്. ഈ NPN കൂടുതലായിരിക്കും നെഫ്രൈറ്റിസിലും അഡിസൺസ് ഡിസീസിലും. ഓക്കെ, നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദി നെഫ്രോൺ. നെഫ്രോൺ എന്താന്ന് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, കിഡ്നിയിൽ പഠിച്ചതാണ്. ഓക്കെ, നെഫ്രോണിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. നെഫ്രൈറ്റിസിൽ എന്താണ് ഈ NPN കൂടുതലായിരിക്കും. അതുകൂടാതെ തന്നെ അഡിസൺസ് ഡിസീസിലും. അഡിസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ adrenal gland don't produce enough hormones. adrenal gland എന്താണ് എന്താ പറയുക enough ആയിട്ടുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാത്ത കണ്ടീഷൻ. ഓക്കെ, adrenal ഗ്രന്ഥി എന്താണ് ഹോർമോൺസ് കറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാത്ത കണ്ടീഷൻ, അതിനാണ് അഡിസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. adrenal gland don't produce enough hormone. adrenal gland ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാത്ത കണ്ടീഷൻ, അതിനാണ് അഡിസൺസ് ഡിസീസ് എന്ന് പറയാം. ആ കണ്ടീഷനിലും NPN കൂടുതലായിരിക്കും. എന്നിട്ട് പറയാം നോൺ പ്രോട്ടീൻ നൈട്രജൻ ആണ് രണ്ടാമത്തെ കോമ്പൗണ്ട്. ഇൻ ദാറ്റ് നോർമൽ വാല്യൂ 25 to 35 mg per 100 ml whole blood. Then possible pathology high in nephritis and Addison's disease. Nephritis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദി നെഫ്രോൺ. നെഫ്രോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു കിഡ്നി. ഓക്കെ, അതായത് ഈ നെഫ്രോൺ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ആ കണ്ടീഷനിലും NPN കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അഡിസൺസ് ഡിസീസിലും കൂടുതലായിരിക്കും. അഡിസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ adrenal gland don't produce enough hormones. Is it clear? Okay, next മൂന്നാമത്തെ compound uric acid. Uric acid. Okay, uric acid normal value 3 to 5 mg per 100 ml whole blood. 3 to 5 mg per 100 ml whole blood. 3 to 5 മില്ലിഗ്രാം ആയിരിക്കും 100 ml ബ്ലഡ് എടുത്താൽ. ഓക്കെ, പോസിബിൾ പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഇൻ ഗട്ട്. ഗട്ടിൽ ഇത് കൂടുതലായിരിക്കും. യൂറിക് ആസിഡ് ഗട്ടിൽ കൂടുതലായിരിക്കും. ഗട്ട് എന്താണ്? എനിവൺ? എന്താ നിഷാന? സന്ധിവാദം. ഓക്കെ, ഹുസ്ന എന്നോട് ഗട്ടിന്റെ ഡൗട്ട് ചോദിച്ചില്ല. ഹുസ്ന, എന്താ ഗട്ട്? സന്ധിവാദം. അതിന്റെ ഡെഫിനിഷൻ ഒന്നും അറിയത്തില്ല, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആർക്കെങ്കിലും അറിയോ ഗട്ടിന്റെ ഡെഫിനിഷൻ? കഴിഞ്ഞ വർഷം അനാട്ടമിയിൽ പഠിച്ചതാണ്. ഷമീന? ഓക്കെ, ഗുഡ്. ഓക്കെ, ഇത് ജോയിന്റ് ഡിസോർഡർ ആണ്. ഓക്കെ, പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ഗട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഓക്കെ, ഗട്ട് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ യൂറിക് ആസിഡ് കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് മൂന്നാമത്തെ കമ്പോണന്റ്, അതായത് യൂറിക് ആസിഡ് 3 to 5 mg per 100 ml whole blood. Then next column high in gut. ഗട്ടിൽ ഇത് കൂടുതലായിരിക്കും. Then next compound total plasma proteins. Total plasma proteins. അടുത്ത ഘടകം total plasma proteins. Okay, in that normal value 6.5 to 8.2 gram per 6.5 to
8.2 gram per 100 ml plasma. 100 ml plasma എടുത്തിട്ടുണ്ടെങ്കിൽ 6.5 to 8.2 gram. Okay, 6.5 to 2, then 8.2 gram. അതായത് 6.5 to 8.2 ഒരു 100 ml പ്ലാസ്മ എടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ള വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. Then next possible pathology, low in nephrotic syndrome and malnutrition. Okay, plasma proteins ന്റെ അളവ് കുറയുന്നത് നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ ഇത് കുറവായിരിക്കും. Okay, നെഫ്രോട്ടിക് സിൻഡ്രം എന്ന് പറഞ്ഞ കണ്ടീഷനിൽ കുറവായിരിക്കും. നെഫ്രോട്ടിക് സിൻഡ്രം എന്ന ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ്. Okay, കിഡ്നി ഡിസോർഡേഴ്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ് നെഫ്രോട്ടിക് സിൻഡ്രം. കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസോർഡർ ആണ്. Okay, ഈ നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ എന്താണ് പ്ലാസ്മ പ്രോട്ടീൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ മാൽന്യൂട്രീഷൻ പോഷകക്കുറവ്. Okay, പോഷകക്കുറവ് കേസുകളിലും എന്തായിരിക്കും ഈ പ്ലാസ്മ പ്രോട്ടീൻസ് കുറവായിരിക്കും. Then next one, cholesterol. അടുത്ത കോമ്പൗണ്ട് cholesterol. Okay, normal value 150 to 250 mg per 100 ml plasma or serum. Okay, അതായത് കൊളസ്ട്രോളിന്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 150 to 250 mg per 100 ml പ്ലാസ്മ അല്ലെങ്കിൽ സെറം. പ്ലാസ്മേനെ പറയുന്നത് സെറം. ഓക്കെ, ഒരു എന്താ പറയാ 100 ml പ്ലാസ്മ അല്ലെങ്കിൽ സെറം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 150 to 250 mg per ആയിരിക്കും കൊളസ്ട്രോളിന്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് പാത്തോളജി, high in nephrotic syndrome and hypothyroidism. Okay, അതായത് ഇത് കൂടുതലായിരിക്കും നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ. നെഫ്രോട്ടിക് സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻ കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് എന്താ പറയുക, യൂറിനിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിട്ട് വരും. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ഈ നെഫ്രോട്ടിക് സിൻഡ്രത്തിലും കൊളസ്ട്രോളിന്റെ അളവ് എന്തായിരിക്കും, കൂടുതൽ തന്നെ ആയിരിക്കും. ഓക്കെ, നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ എന്താണ് കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ, തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കുറയുന്ന കണ്ടീഷൻസിലും എന്താണ് ഈ കൊളസ്ട്രോള് കൂടുതലായിരിക്കും. Then low in anemia and liver disease. Low in pernicious anemia and liver disease. Okay, അതായത് അനീമിയന്റെ ഒരു ടൈപ്പാണ് പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞ കേസിൽ കുറവായിരിക്കും കൊളസ്ട്രോള്. അതുപോലെ തന്നെ ലിവർ ഡിസീസ്, കരളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളിലും ഈ എന്താ പറയാ കൊളസ്ട്രോളിന്റെ അളവ് കുറവായിരിക്കും. Okay, next one, glucose. അടുത്ത കോമ്പൗണ്ട് ഗ്ലൂക്കോസ്. Okay, ഇതിന്റെ നോർമൽ വാല്യൂ 18 to 110 mg per ml whole blood. Okay, അതായത് 80 to 110 mg per 100 ml ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 80 to 110 mg per ആയിരിക്കും ഗ്ലൂക്കോസിന്റെ വാല്യൂ. Then pathology, high in diabetes. ഡയബറ്റിസിൽ ഗ്ലൂക്കോസിന്റെ വാല്യൂ കൂടുതലായിരിക്കും. Then low in Addison's disease. Addison's disease എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. അഡ്രിനൽ ഗ്ലാൻഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാത്ത കണ്ടീഷൻ. ആ കണ്ടീഷൻസിൽ എന്തായിരിക്കും ഗ്ലൂക്കോസിന്റെ അളവ് കുറവായിരിക്കും. ഡയബറ്റിസിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കോമ്പൗണ്ട് CO2 കമ്പൈനിങ് പവർ. കാർബൺ ഡയോക്സൈഡ് കമ്പൈനിങ് പവർ എന്ന് കൊടുക്കുക. അടുത്ത കോമ്പൗണ്ട് ആണ് CO2 കമ്പൈനിങ് പവർ. ഓക്കെ, അതിന്റെ നോർമൽ വാല്യൂ 53 to 80 ml. 80 ml CO2 per 100 ml plasma. Per 100 ml plasma. Okay, അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 53 to 80 ml ആയിരിക്കും CO2 per ഒരു 100 ml പ്ലാസ്മ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 53 to 80 ml CO2 ആയിരിക്കും. Then possible pathology,
ലോ ഇൻ അസിഡോസിസ്. ലോ ഇൻ അസിഡോസിസ്. അസിഡോസിസിൽ ഇത് കുറവായിരിക്കും. CO2 കമ്പൈനിങ് പവർ അസിഡോസിസിൽ കുറവായിരിക്കും. അസിഡോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡപ്പ് ഓഫ് ആസിഡ് ഇൻ ദ ബ്ലഡ് സ്ട്രീം. ബ്ലഡ് സ്ട്രീമിൽ ആസിഡ് ബിൽഡപ്പ് ആകുന്നതിനെയാണ് അസിഡോസിസ് എന്ന് വിളിക്കുന്നത്. അസിഡോസിസിന്റെ കേസിൽ CO2 കമ്പൈനിങ് പവർ കുറവായിരിക്കും. ദെൻ അൺകൺട്രോൾഡ് ഡയബറ്റിസ് ആൻഡ് നെഫ്രൈറ്റിസ്. ഈ കണ്ടീഷൻസിലൊക്കെ ഇത് കുറവായിരിക്കും. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡയബറ്റിസിൽ, അതുപോലെ തന്നെ നെഫ്രൈറ്റിസിലൊക്കെ ഈ CO2 കമ്പൈനിങ് പവർ കുറവായിരിക്കും. ദെൻ നെക്സ്റ്റ് കോമ്പൗണ്ട് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ്. Inorganic phosphate. In that normal value 3 to 4 mg per 100 ml plasma per serum. Okay, അതായത് 3 to 4 mg per ഒരു 100 ml എടുത്താൽ 3 to 4 mg per ആയിരിക്കും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റിന്റെ നോർമൽ വാല്യൂ. In that pathology high in renal rickets. High in renal rickets and nephritis. Full stop. Low in infantile rickets. Infantile rickets. Okay. അതായത് റീനൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ ഡി, റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ. റീനൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടീഷനാണ്. ഇത് വിറ്റാമിൻ ഡിയുടെ അളവ് കുറയുന്നത് മൂലമാണ് ഉണ്ടാകുന്നത്. പെയിൻഫുൾ ആയിട്ടൊരു കണ്ടീഷനാണ്. ഓക്കെ. മീൻസ് അതുപോലെ തന്നെ കാൽസിഫിക്കേഷന്റെ അളവൊക്കെ കുറയും. ആ ഒരു കണ്ടീഷനാണ് റീനൽ റിക്കറ്റ്സ്. ഈ റീനൽ റിക്കറ്റ്സിൽ എന്താണ്? ഈ ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നെഫ്രൈറ്റിസിലും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് കൂടുതലായിരിക്കും. പക്ഷെ എന്താണ് ഇൻഫാന്റൈൽ റിക്കറ്റ്സ്? ഇൻഫാന്റൈൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും വിറ്റാമിൻ ഡിയുടെ, റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം തന്നെയാണ്. ഇൻഫാന്റൈൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൺസിനെയാണ് പ്രധാനമായിട്ട് അഫക്ട് ചെയ്യുന്നത്. അതായത് കുട്ടികൾ, എന്താ പറയുക, കുട്ടികളിലാണ് ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുക. ചെറിയ കുട്ടികളിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇത് എന്താ പറയുക, ബോൺസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ. വിറ്റാമിൻ ഡിയുടെ അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ അളവ് കുറയും. ഓക്കെ. ഇതിലും ഫോസ്ഫേറ്റിന്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇൻഫാന്റൈൽ റിക്കറ്റ്സിൽ ഫോസ്ഫേറ്റിന്റെ അളവ് കുറവായിരിക്കും. ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റിന്റെ അളവ് കുറവായിരിക്കും. എന്നിട്ട് പറയാം ഹൈ ഇൻ റീനൽ റിക്കറ്റ്സ് ആൻഡ് നെഫ്രൈറ്റിസ്. ഇൻഓർഗാനിക് ആയിട്ടുള്ള ഫോസ്ഫേറ്റ് കൂടുതലായിരിക്കും റീനൽ റിക്കറ്റ്സിലും അതുപോലെ തന്നെ നെഫ്രൈറ്റിസിലും. ഇൻഫാന്റൈൽ റിക്കറ്റ്സിൽ എന്താണ്? ഇത് കുറവായിരിക്കും. Then next one, last chloride. Chloride. Okay, അതിന്റെ നോർമൽ വാല്യൂ 570 to 620 mg per 100 ml plasma. Okay, അതായത് ക്ലോറൈഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 570 to 620 മില്ലിഗ്രാം ഒരു 100 ml പ്ലാസ്മ എടുത്തിട്ടുണ്ടെങ്കിൽ 570 to 620 ആയിരിക്കും വാല്യൂ. ഓക്കെ. പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഇൻ നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റിസിന്റെ കേസിൽ ക്ലോറൈഡ് കൂടുതലായിരിക്കും. ലോ ഇൻ ഫീവർ ഓർ ന്യൂമോണിയ. ന്യൂമോണിയന്റെ കേസിലും അതുപോലെ തന്നെ ഫീവറിന്റെ കേസിലൊക്കെ ക്ലോറൈഡ് കുറവായിരിക്കും. ഓക്കെ. ഒന്നും കൂടി പറയാം. ബ്ലഡ് കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് ഇവിടെ പറഞ്ഞിരുന്നത്. അതിന്റെ പാത്തോളജിയാണ് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. കോമ്പൗണ്ട്സ്, നോർമൽ വാല്യൂസ് ആൻഡ് പോസിബിൾ പാത്തോളജി. ഈ ഒരു കോളംസ് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കാം. നിങ്ങളുടെ സിലബസിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് യൂറിനേ ഉള്ളൂ പാത്തോളജി. ബട്ട് ഞാൻ ജസ്റ്റ് എടുത്തു തന്നുള്ളൂ. ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇതാണ് പാത്തോളജി. പോസിബിൾ പാത്തോളജീസ് ആണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. നോർമൽ വാല്യൂസ് അതുപോലെ തന്നെ കോമ്പൗണ്ട്സ് ഒക്കെ പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ കഴിഞ്ഞ വർഷത്തെ ബ്ലഡും പഠിക്കാം. ക്ലിയർ ആയോ? ഇത്രയാണ് ബ്ലഡ്. Is it clear? ഉസ്ന എന്താ പറഞ്ഞേ? ഓക്കെ, ഞാൻ ഒന്നും കൂടി വായിക്കാം. ഓക്കെ, എല്ലാത്തിന്റെയും പോസിബിൾ പാത്തോളജീസ് ഒന്നുകൂടി വായിക്കാം. ഹീമോഗ്ലോബിൻ നോർമൽ വാല്യൂസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കേൾക്കുന്നില്ലെങ്കിൽ, മീൻസ് നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ എന്താ പറയുക, നോട്ട് നോക്കിയിട്ട് വാട്സപ്പിൽ നോക്കി എഴുതാം. കണ്ടീഷൻസ് ഇവിടെ പറയാം. ഹീമോഗ്ലോബിൻ പാത്തോളജി വരുന്നത് ഹൈ ഇൻ പോളിസൈത്തീമിയ. പോളിസൈത്തീമിയ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് ക്യാൻസർ ആണ്, ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണ്. ഓക്കെ, ബോൺ മാരോനെ അഫക്ട് ചെയ്യുന്നതാണ്. RBC എന്നിട്ട് കൂടും, RBCന്റെ പ്രൊഡക്ഷൻ കൂടും. അതാണ് പോളിസൈത്തീമിയ. ആ പോളിസൈത്തീമിയയിൽ ഹീമോഗ്ലോബിൻ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ലോ ഇൻ അനീമിയാസ്. അനീമിയയിൽ എന്താണ്? ഹീമോഗ്ലോബിൻ കുറവായിരിക്കും. ദെൻ രണ്ടാമത്തെ കോമ്പൗണ്ട് നോൺ പ്രോട്ടീൻ നൈട്രജൻ ആണ്.
അതെന്താണ്? നെഫ്രൈറ്റിസിൽ കൂടുതലായിരിക്കും. നെഫ്രൈറ്റിസിലും അതുപോലെ തന്നെ അഡിസൺസ് ഡിസീസിലും. നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഫ്രോണിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ. ഓക്കെ. അഡിസൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാത്ത കണ്ടീഷൻ. ഓക്കെ. ഈ രണ്ട് കണ്ടീഷൻസിലും എന്താണ്? NPN അല്ലെങ്കിൽ നോൺ പ്രോട്ടീൻ നൈട്രജൻ കൂടുതലായിരിക്കും. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് എന്താണ്? ഹൈ ഇൻ ഗട്ട്. ഗട്ട് എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഡിസോർഡറിൽ ഇത് കൂടുതലായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ടോട്ടൽ പ്ലാസ്മ പ്രോട്ടീൻസ്. അതിന്റെ പാത്തോളജി എന്ന് പറഞ്ഞാൽ ലോ ഇൻ നെഫ്രോട്ടിക് സിൻഡ്രോം ആൻഡ് മാൽ ന്യൂട്രീഷൻ. നെഫ്രോട്ടിക് സിൻഡ്രോത്തിൽ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീന്റെ അളവ് കുറയുക. ഓക്കെ. നെഫ്രോട്ടിക് സിൻഡ്രോത്തിൽ പ്രോട്ടീന്റെ അളവ് കുറയ്ക്കും. ഇത് ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻ ആണ്. ഇത് കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ആ ഒരു കണ്ടീഷനിലും കുറവായിരിക്കും പ്ലാസ്മ പ്രോട്ടീൻസ്. അതുപോലെ തന്നെ മാൽ ന്യൂട്രീഷൻ എന്നാൽ പോഷകക്കുറവ്. ഓക്കെ. ആ ഒരു കണ്ടീഷനിലും ഇത് പ്ലാസ്മ പ്രോട്ടീൻസിന്റെ അളവ് കുറവായിരിക്കും. ദെൻ നെക്സ്റ്റ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിന്റെ പാത്തോളജി എന്ന് പറഞ്ഞാൽ ഹൈ ഇൻ നെഫ്രോട്ടിക് സിൻഡ്രോം ആൻഡ് ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ. കൊളസ്ട്രോൾ നെഫ്രോട്ടിക് സിൻഡ്രത്തിലും അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസത്തിലും കൂടുതലായിരിക്കും. ദെൻ കുറവായിരിക്കും പെർനീഷ്യസ് അനീമിയ അതുപോലെ തന്നെ ലിവർ ഡിസീസ്. ലിവർ ഡിസീസിലും പെർനീഷ്യസ് അനീമിയയിലും ഇത് കുറവായിരിക്കും. പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ അനീമിയന്റെ ഒരു ടൈപ്പ് ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഹൈ ഇൻ ഡയബറ്റിസ്. ഡയബറ്റിസിൽ ഗ്ലൂക്കോസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അഡിസൺസ് ഡിസീസിൽ കുറവായിരിക്കും. നെക്സ്റ്റ് CO2 കമ്പൈനിങ് പവർ. അത് പാത്തോളജി വരുന്നത് അസിഡോസിസിൽ കുറവായിരിക്കും. അസിഡോസിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ആസിഡ് ബിൽഡപ്പ് ചെയ്യുന്നതിനെയാണ് അസിഡോസിസ് എന്ന് പറയുക. ആ കണ്ടീഷനിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ഡയബറ്റിസിലും അതുപോലെ തന്നെ നെഫ്രൈറ്റിസിലും. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ. അതിൽ പോസിബിൾ പാത്തോളജി എന്ന് പറഞ്ഞാൽ ഹൈ ഇൻ റീനൽ റിക്കറ്റ്സ്. റീനൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന കണ്ടീഷനാണ്. ഓക്കെ. പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഓക്കെ. റീനൽ റിക്കറ്റ്സിലും അതുപോലെ തന്നെ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് കൂടുതലായിരിക്കും. ഇൻഫാന്റൈൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ്. ബോൺസിനാണ് പ്രധാനമായിട്ട് അഫക്ട് ചെയ്യുന്നത്. ഇതും വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷനിൽ എന്താണ്? ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് കുറവായിരിക്കും. ദെൻ ലാസ്റ്റ് വൺ ക്ലോറൈഡ് ആണ്. അതെന്താണ്? ഹൈ ഇൻ നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റിസിൽ ക്ലോറൈഡ് കൂടുതലായിരിക്കും. ഫീവർ അല്ലെങ്കിൽ ന്യൂമോണിയയിലൊക്കെ എന്താണ്? ക്ലോറൈഡിന്റെ അളവ് കുറവായിരിക്കും. ഫീവറിലും ന്യൂമോണിയയിലൊക്കെ കുറവായിരിക്കും. നെഫ്രൈറ്റിസിൽ കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. ഇത്രയാണ് ബ്ലഡ്. ഓക്കെ. അടുത്തത് യൂറിൻ ആണ്. ഓക്കെ. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് യൂറിനിലോട്ട് പോകാം. സോന, ഹീമോഗ്ലോബിന്റെ പോസിബിൾ പാത്തോളജി ഏതൊക്കെയാ? ഹൈ ഇൻ പോളിസൈറ്റീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ക്യാൻസർ ആണ്. ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണ്. ബോൺ മാരോനെയാണ് അഫക്ട് ചെയ്യുന്നത്. RBCന്റെ പ്രൊഡക്ഷൻ കൂടും. ഓക്കെ. ആ ഒരു കണ്ടീഷൻ. ദെൻ ലോ ഇൻ അനീമിയാസും. ഓക്കെ. സെല്ലിയ റുസാന. ഓക്കെ. നോൺ പ്രോട്ടീൻ നൈട്രജന്റെ പാത്തോളജി പറ. എന്താണ് നെഫ്രൈറ്റിസ്? അഡിസൺസ് ഡിസീസോ? ഓക്കെ. നിഷാന? യൂറിക് ആസിഡ്. എന്താണ് ഗട്ട്? ഓക്കെ. ഓക്കെ. അതുല്യ? അടുത്തത് പറ. ടോട്ടൽ പ്ലാസ്മ പ്രോട്ടീൻ. ഓക്കെ. ഹുസ്ന? അടുത്തത് പറ. കൊളസ്ട്രോൾ.
ഓക്കെ. ജമീന, അടുത്തത് പറ. ഗ്ലൂക്കോസ്. ഓക്കെ. അലീന, നെക്സ്റ്റ്. CO2 കമ്പൈൻ. എന്താണ് ആസിഡോസിസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ആസിഡോസിസ്? വേർഡിൽ തന്നെ ഉണ്ടല്ലോ ആസിഡോസിസ്. ബിൽഡപ്പ് ഓഫ് ആസിഡ് ഇൻ ദ ബ്ലഡ് സ്ട്രീം. നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? നെഫ്രൈറ്റിസോ? കിഡ്നിക്കാണോ? കിഡ്നിയിൽ ഏത് ഭാഗത്തിനാ? അലീന എവിടെയാ? കൈക്കെന്ത് പറ്റി? ആരാ തല്ലിയേ? പിടിച്ചോ? എനിക്ക് മ്യൂട്ട് ചെയ്ത. ഞാനാ. അനൂജ, അടുത്തത് പറ. High in renal rickets and then nephritis, then infantile rickets. Okay. Shamna, last point പറ. ഓക്കെ. ഓക്കെ. ഇത്രയാണ് നിങ്ങളുടെ ബ്ലഡ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ബ്ലഡ് കഴിഞ്ഞ വർഷത്തെയും കൂടി പഠിക്കാം. കഴിഞ്ഞ വർഷത്തെ എന്താ പറയാ ഗ്രൂപ്പ്, ബ്ലഡ് ഗ്രൂപ്പ് വരുന്ന ആ ഒരു കോളംസ് പഠിക്കുക. അതുപോലെ തന്നെ ഇന്നലെ എടുത്ത ആ ഒരു കോളംസും പഠിക്കുക. ഓക്കെ. അത് നോട്ടിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നോട്ട് തന്നെ പഠിച്ചാൽ മതി. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഓക്കെ. എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ടാണ് അടുത്ത സെക്ഷനിൽ യൂറിൻ ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ. താങ്ക് യു.